ഹലോ, ഞാൻ ഡോക്ടർ ശരണ്യ, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ചെറുവർ ഷോർ ഹോസ്പിറ്റൽ പൂനൂർ. മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെ ഏവരിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് നമ്മൾ മുലയൂട്ടൽ വാരമായിട്ട് ആചരിക്കുന്നത്. നമുക്കറിയാം, മുലപ്പാൽ എന്നത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും കുഞ്ഞിന് ഇമ്മ്യൂണിറ്റിക്കും കുഞ്ഞിന് മാനസികാരോഗ്യത്തിനും കൂടാതെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം വളരാൻ വേണ്ടിയിട്ടും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. കുഞ്ഞിനെ പോലെ തന്നെ അമ്മയ്ക്കും മുലയൂട്ടലിൻ്റെ ഗുണങ്ങൾ ഏറെയാണ്. മുലപ്പാൽ ധാരാളമായി ഉണ്ടാകാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഡെലിവറി കഴിഞ്ഞ ഉടനെ, അത് നോർമൽ ലേബർ ആണെങ്കിലും CS ആണെങ്കിൽ പോലും 1 അവറിൻ്റെ ഉള്ളിൽ കുഞ്ഞിന് പാൽ നൽകാൻ ശ്രദ്ധിക്കുക. നമ്മൾ എത്രയും പെട്ടെന്ന് ബ്രസ്റ്റ് ഫീഡിങ് ഇനിഷ്യേറ്റ് ചെയ്യുന്നോ അത്രയും കൂടുതൽ പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്നു. സെക്കൻഡ് പോയിന്റ്, പ്രസവിച്ച ശേഷം കുഞ്ഞിന് 2 മണിക്കൂർ ഇടവിട്ട് പാൽ നൽകാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആവശ്യം അനുസരിച്ച് ഡിമാൻഡ് ഫീഡിങ് എന്ന് പറയും. നമ്മൾ എത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് കുഞ്ഞിന് പാൽ നൽകുന്നോ അത്രയും കൂടുതൽ പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്നു. തേർഡ് ഫാക്ടർ, നമ്മൾ നൈറ്റിലുള്ള ബ്രസ്റ്റ് ഫീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 2 നേരമെങ്കിലും നൈറ്റിൽ കുഞ്ഞിന് പാൽ നൽകാൻ ശ്രദ്ധിക്കുക. ഫോർത്ത് ഫാക്ടർ, കുഞ്ഞും അമ്മയും തമ്മിലുള്ള അറ്റാച്ച്മെന്റ്, ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരുടെ ഹെൽത്തും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം 2-3 ലിറ്റർ വെള്ളം കുടിക്കുക, നല്ല പോഷകം അടങ്ങിയ ഭക്ഷണം കഴിക്കുക, നല്ലോണം പാൽ ഉൽപാദനത്തിന് ഉലുവ ചേർത്തിട്ടുള്ള കഞ്ഞി നല്ലതാണ്, മുരിങ്ങയില നല്ലതാണ്, പയറുവർഗ്ഗങ്ങൾ ഉപകാരപ്പെടുന്നു, അതുപോലെ തന്നെ ചെറിയ ചെറിയ മീനൊക്കെ നല്ലതാണ്. നെക്സ്റ്റ് പോയിന്റ്, നല്ല സ്ലീപ്പ്. നല്ല അഡിക്വേറ്റ് സ്ലീപ്പ് കിട്ടിയാൽ ധാരാളം പാൽ ഉൽപാദനം നടക്കുള്ളൂ. പിന്നെ നമ്മൾ നല്ലോണം സ്ട്രെസ്, ടെൻഷൻ ഒഴിവാക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. മുലപ്പാൽ ധാരാളമായി കിട്ടുന്നുണ്ടെന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാം? കുഞ്ഞ് പാൽ കുടിച്ചതിന് ശേഷം 2 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങുന്നു, കുഞ്ഞിന് ദിവസേന 6-8 തവണ മൂത്രം പോകുന്നു, മിനിമം 4-5 തവണയായിട്ട് കുഞ്ഞ് വയറ്റിന്ന് പോകുന്നു, അത്യാവശ്യം വെയിറ്റ് ഗെയിൻ നടക്കുന്നു. 10 days നമുക്കറിയാം ഡെഫിനറ്റ്ലി വെയിറ്റ് കുറയും. ആ 10 ദിവസത്തിന് ശേഷം കുഞ്ഞ് അത്യാവശ്യമായിട്ട് വെയിറ്റ് കൂടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെ കുഞ്ഞിന് പാൽ കിട്ടുന്നുണ്ടെന്ന് സൂചനയാണ്. മുലപ്പാൽ എന്നത് കുഞ്ഞിനുള്ള ഏറ്റവും ബെസ്റ്റ് സമീകൃതാഹാരമാണ്. അതുകൊണ്ട് പ്രസവിച്ച ശേഷമുള്ള 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.